നമസ്കാരം. ഇന്നത്തെ വീഡിയോ അമിതവണ്ണം കുറയ്ക്കുന്ന പഴവർഗ്ഗങ്ങളെക്കുറിച്ചാണ്. അപ്പം സാധാരണയായി ഞാൻ പല വീഡിയോസിലും വണ്ണം കുറയ്ക്കുന്ന പച്ചക്കറികളെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അമിതവണ്ണം കുറയ്ക്കുന്ന പഴവർഗ്ഗങ്ങൾ നമ്മൾ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇടയ്ക്കൊക്കെ ഓരോ പഴങ്ങൾ കാണിക്കും, ഇത് വെയിറ്റ് കുറയ്ക്കുന്ന ആയിരിക്കാം എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ അത് തീർച്ചയാണ്, അങ്ങനെ ഒരു ഡിവിഷൻ തന്നെയുണ്ട്. ഇപ്പം ശരിക്കും നാച്ചുറോപ്പതിയിൽ ഞങ്ങളുടെ പല പേഷ്യൻസിനും നമ്മൾ ആദ്യം ഫ്രൂട്ട് ഡയറ്റ് എന്ന് പറയും, ഫ്രൂട്ട്സ് കൊടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കുന്ന ഒരു സംവിധാനമുണ്ട്. എങ്കിൽ കൂടിയും അതിൽ എല്ലാ പഴവർഗ്ഗങ്ങളും ശരിയാവില്ല. 2 തരം പഴവർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന് ഫാറ്റി ഫ്രൂട്ട്സും ഒന്ന് ലീൻ ഫ്രൂട്ട്സും. ഫാറ്റി ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ വണ്ണം കൂട്ടുന്ന പഴവർഗ്ഗങ്ങൾ. അപ്പോൾ ലീൻ ഫ്രൂട്ട്സാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് പ്രധാനമായിട്ട് ഞാൻ ഒരു 5 തരം പഴവർഗ്ഗങ്ങളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ LK ഡയറ്റ് പ്ലാനിൽ പോലും പഴവർഗ്ഗങ്ങൾ അധികം പറഞ്ഞിട്ടില്ല. കാരണം ഏത് പഴവർഗ്ഗങ്ങളാണെങ്കിലും ടോട്ടലായിട്ട് അതിൻ്റെ കലോറിഫിക് വാല്യൂ ടോട്ടലായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നത്, ഫ്രക്ടോസ് കൺവേർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസായിട്ട് തന്നെ. അപ്പോൾ നമ്മളിപ്പം എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് ചേർത്ത ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം പഴങ്ങൾ കഴിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല. അത് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള, അതായത് അന്നജമുള്ള ഭക്ഷണം കുറച്ചതിന് ശേഷം മാത്രമാണ് ഈ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്. അങ്ങനെ ചെയ്യാവൂ, എങ്കിൽ മാത്രമേ അതിന് എഫക്റ്റ് ഉള്ളൂ. ഫ്രൂട്ട്സ് ബെറ്ററാണ്, ഫാർ ബെറ്ററാണ് കാർബോഹൈഡ്രേറ്റിന്. അപ്പോൾ ഒരു 2 ഇഡ്ഡലി കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തന്നെയാണ് ഒരു പപ്പായ കഴിക്കുന്നത്. ഒരു പപ്പായ ഒരു 100 to 150 ഗ്രാം പപ്പായ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ഗുണങ്ങൾ ഇതിനകത്താണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 വാക്കുകളാണ് ഗ്ലൈസമിക് ലോഡ്, ഗ്ലൈസമിക് ഇൻഡെക്സ്. അതിനെ ബേസ് ചെയ്ത്, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇവയെല്ലാം അമിതവണ്ണം കുറയ്ക്കാൻ താല്പര്യപ്പെടുന്നവർ മനസ്സിലാക്കി വെക്കേണ്ട വാക്കുകളാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ശരീരത്തിൽ ഒരു ഭക്ഷണം ചെല്ലുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ബ്ലഡിലേക്ക്, രക്തത്തിലേക്ക് കയറിപ്പോകുന്നതിൻ്റെ ഒരു റേറ്റ് ഓഫ് എൻട്രി ഉണ്ട്. അതിനെ തീരുമാനിക്കുന്നത് ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. അതുപോലെ അതിനേക്കാൾ ബെറ്ററായിട്ട് കൂടുതൽ തീരുമാനിക്കുന്ന ഗ്ലൈസമിക് ലോഡാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കാർബോഹൈഡ്രേറ്റിൻ്റെ എൻട്രിയെ മാത്രം ഡിറ്റർമിൻ ചെയ്യുമെങ്കിൽ ഗ്ലൈസമിക് ലോഡെന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ പ്രോട്ടീനും അതുപോലെ നാരുകളും വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടെ ഉള്ള അതിൻ്റെ ഒരു ആകത്തുകയാണ് ഗ്ലൈസമിക് ലോഡെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഏതൊരു ഭക്ഷണത്തിൻ്റെയും ഗ്ലൈസമിക് ലോഡാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിന്ന് ഗ്ലൈസമിക് ലോഡ് നന്നായിട്ട് കുറഞ്ഞ ഭക്ഷണങ്ങൾ, അതായത് എപ്പോഴും നമ്മൾ ഒരു അമിതവണ്ണത്തിൻ്റെ ആണെങ്കിലും പ്രമേഹമാണെങ്കിലും ഫാറ്റി ലിവർ ആണെങ്കിലും പോളിസിസ്റ്റിക് ഓവറി ആണെങ്കിലും ഗ്ലൈസമിക് ലോഡ് 10-ന് താഴെ നിൽക്കുന്ന പഴങ്ങളും പച്ചക്കറികളുമാണ് ഏറ്റവും നല്ലത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഗ്ലൈസമിക് ഇൻഡെക്സ് ആവട്ടെ 50-ന് താഴെ നിൽക്കണം. ഈ 2 പോയിൻറ്റ്സും വളരെ പ്രധാനമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും ഗ്ലൈസമിക് ലോഡ് 10-ന് താഴെയുള്ളതാണ്. അപ്പം ആദ്യത്തെ ഏതാണ് പഴവർഗ്ഗം എന്ന് നമുക്ക് നോക്കാം. ഇതറിയാമല്ലോ എല്ലാവർക്കും. നമ്പർ 1 ആണ്. വെയിറ്റ് റിഡക്ഷൻ ഏറ്റവും സഹായിക്കുന്നതാണ് പപ്പായ. പപ്പായ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു പപ്പായിൻ എൻസൈം ഉണ്ട്. അത് ശരിക്കും ഡയറക്റ്റായിട്ട് കൊഴുപ്പിനെ അലിയിച്ച് കളയുമെന്നല്ല, എങ്കിലും നമ്മളുടെ ആന്തരികമായ ആവാസ വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഡൈജസ്റ്റബിലിറ്റി, പ്രോപ്പർ അബ്സോർപ്ഷൻ, ഇവയൊക്കെ നന്നായിട്ട് നടക്കാൻ സഹായിക്കുന്നതാണ്. അതായത് ദഹനം പ്രക്രിയ, ദഹനേന്ദ്രിയം, അവയിലൂടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കിയെടുക്കാൻ ഇതിന് സഹായിക്കും. ഇതിൻ്റെ കലോറിഫിക് വാല്യൂ ഒരു 32 ആണ്. ഇതിൻ്റെ കലോറിഫിക് വാല്യൂ 100 ഗ്രാമിൽ 32 കലോറിയാണുള്ളത്. പക്ഷേ ഈ ഗ്ലൈസമിക് ലോഡ് എന്ന് പറയുന്നത് 5-നകത്തേ ഉള്ളൂ, 5.2 ആണ്. അതുപോലെ ഇതിനകത്ത് വൈറ്റമിൻ A, C, E ഒക്കെയുണ്ട്, ധാരാളം അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ വളരെ ചെറിയ അളവിൽ 1 ഗ്രാമിന് താഴെയാണ് 100 ഗ്രാമിലുള്ളതെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കാർബോഹൈഡ്രേറ്റ്, അതായത് കലോറിഫിക് വാല്യൂ 32ആണ്. പിന്നെ ശരീരത്തിന് വേണ്ട കുറേ എൻസൈംസ്, ഇപ്പോൾ പറഞ്ഞ പപ്പായിൻ എൻസൈം, അതുകൊണ്ട് തന്നെ ഇത് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഗർഭിണികൾ അധികം കഴിക്കാൻ പാടില്ല. അതായത് ഒരു 5 മാസത്തിന് മുമ്പുള്ള ഗർഭിണികളാണ്. കാരണം ഇതിനകത്തുള്ള ഈ പപ്പായിൻ എൻസൈം പലപ്പോഴും നമ്മുടെ ബ്ലഡിലൂടെ ചെന്നിട്ട് കുഞ്ഞ് വളരെ സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു എംബ്രിയോ അല്ലേ, അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്തു പോകും. ഡൈജഷൻ കപ്പാസിറ്റി ഉള്ളതാണ് ഈ പപ്പായ. അതുകൊണ്ട് അങ്ങനെ ഉള്ളവർ മാത്രം ഇത് ഗർഭിണികളും അതായത് ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരും പപ്പായ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ബാക്കി എല്ലാവർക്കും കഴിക്കാം, ഇൻക്ലൂഡിങ് കിഡ്നി പേഷ്യൻസിന്, അതായത് വൃക്ക രോഗികൾക്ക് വരെ പപ്പായ ഏറ്റവും നല്ല ഒരു പഴവർഗ്ഗം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല.
ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പഴവർഗ്ഗം. ഓക്കെ, കിവി ഫ്രൂട്ട് അറിയാമല്ലോ. അതിപ്പോൾ എല്ലാ കടകളിലും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് കിവി. ഇതിനും വളരെയധികം, ഇതിനകത്ത് വൈറ്റമിൻ സി കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഇതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് ഒരു 50 താഴെയാണ് കലോറിഫിക് വാല്യൂ. പക്ഷേ ഇതിനകത്ത് നന്നായിട്ട് നാരുകളുണ്ട്, എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. വളരെയധികം ന്യൂട്രിയൻസിൻ്റെ കലവറയാണ്. വൈറ്റമിൻസും മിനറൽസും ഒക്കെ തന്നെയും വളരെ കൂടുതലായിട്ട് കിവിയിലുണ്ട്. ഇതിന് പോഷക ഗുണങ്ങൾ മാത്രമല്ല, ഔഷധ ഗുണങ്ങൾ വളരെയാണ്. ഹാർട്ടിനെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യും, ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, കണ്ണിന് നല്ലതാണ്. അതുപോലെ തന്നെ വയറിനകത്തുള്ള ഡൈജഷൻ കപ്പാസിറ്റി നന്നായിട്ട് കൂട്ടും. പിന്നെ വൈറ്റമിൻ സി കണ്ടൻറ്റ് കൂടുതലെന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്കിത് പറയാനുള്ളത്. കിവിയുടെ അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെ ചെറിയ അളവ് 2 ഗ്രാമിനടുത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ട് ഒരു 100 ഗ്രാമിൽ. അതും നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നാരുകൾ ഇത് ഒരു ഏകദേശം ഒരു 4 ഗ്രാം നാരുകൾ ഒരു 100 ഗ്രാമിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കിവിയെക്കുറിച്ച് പറയാനുള്ളത്. കിവിയും ഏറ്റവും നല്ല ഒരു ആൻറ്റി ഒബീസ് ഫാക്ടേഴ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ്, പഴമാണ്. അപ്പം കിവി നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ്. പിന്നെയുള്ളത് ഗ്രീൻ ആപ്പിൾ. റെഡ് ആപ്പിളിനേക്കാളും ഫാർ ബെറ്ററാണ് ഗ്രീൻ ആപ്പിൾ. ഇതിനകത്ത് ഉള്ള കലോറിഫിക് വാല്യൂ തന്നെ കുറച്ച് കുറവാണ്. ഒരു 50 താഴെയാണ് 100 ഗ്രാമിലെ കലോറിഫിക് വാല്യൂ. പക്ഷേ നന്നായിട്ട് നാരുകളുണ്ട്. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? വളരെ റെയറായിട്ടുള്ള ട്രേസ് എലിമെൻസിൻ്റെ കലവറയാണിത്. അതായത് മാലിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, ചില ഒലിഗിക് ആസിഡ്, മാലിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ ഇതിനകത്തേ ഉള്ളൂ. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. മറ്റുള്ള ഒരു ഫ്രൂട്ടിലും ഇല്ലാത്ത ചില ഇൻഗ്രീഡിയൻസ് ആപ്പിളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ മുൻപന്തിയിൽ നിൽക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. പിന്നെ ഗ്രീൻ ആപ്പിൾ ആകുമ്പം വെയിറ്റ് കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്ന കാര്യവുമാണ്. പിന്നെ ഇതിനകത്ത് നന്നായിട്ട് നാരുകളുണ്ട്. നാരുകൾ ഏകദേശം 3 ഗ്രാം നാരുകളോളം ഉണ്ട്. അതോടൊപ്പം വൈറ്റമിൻ എയും സിയും ഇയും ഒക്കെ ഉണ്ട്. അതെല്ലാം അതുപോലെ മിനറൽസ് വളരെയധികം, മഗ്നീഷ്യം, മോളിബ്ഡിനം, അതുപോലെ സിങ്ക്, സെലീനിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളും വളരെ കൂടുതലായിട്ട് ഈ ആപ്പിളിലുണ്ട്. ആപ്പിളും നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പഴവർഗ്ഗം തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പഴവർഗ്ഗമാണ് പേരയ്ക്ക. എല്ലാവരും വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ ഏറ്റവും മുന്നിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു പഴവർഗ്ഗം തന്നെയാണ് പേരയ്ക്ക. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് പറയുകയും വേണ്ട, ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്തും നാരുകളെന്ന് പറയുന്നത് ഏകദേശം 7 ഗ്രാം നാരുകൾക്ക് 7 ഗ്രാം നാരുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു അളവിൽ, ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ നാരുകൾ അടങ്ങിയ ഒരു പഴവർഗ്ഗം തന്നെയാണ് ഈ പേരയ്ക്ക. പിന്നെ പ്രോട്ടീനും അതുപോലെ തന്നെ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് കുറച്ച് കണ്ടൻറ്റ് കൂടുതലാണ്. പക്ഷേ ഗ്ലൈസിമിക് ലോഡിൽ ഇതെല്ലാം 10 താഴെയാണ് നിൽക്കുന്നത്. ഏകദേശം 5-6 ഇതിൻ്റെ ഗ്ലൈസിമിക് ലോഡ്. അതുകൊണ്ട് തന്നെയും വണ്ണം കുറയ്ക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത് എപ്പോഴും ഗ്ലൈസിമിക് ലോഡ് കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ തന്നെയാണ്. അപ്പം ഏറ്റവും നല്ല ഒരു പഴവർഗ്ഗമാണ് ഗോവ. ഇതിൻ്റെ ഗുണഗണങ്ങൾ, മെഡിസിനൽ പ്രോപ്പർട്ടീസ് വളരെ കൂടുതലാണ്. നമുക്ക് വയറിനകത്തുള്ള ഡൈജഷൻ പ്രോബ്ലംസ് നന്നായിട്ട് കുറയ്ക്കും. നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഈ വേംസ് ഉണ്ടെങ്കിൽ അത് മലത്തിൽ കൂടെ പോകാനും ഇത് വളരെയധികം സഹായിക്കും. അതുപോലെ വയറിനകത്തുള്ള ഈ നമ്മുടെ മൈക്രോഫ്ലോറയുടെ ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ഇത്. അത് നാരുകളുള്ള എല്ലാ പഴവർഗ്ഗങ്ങൾക്കും അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ ഡി ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാ വൈറ്റമിൻസും ഇതിനകത്ത് നന്നായിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ കലവറ തന്നെയാണ് പേരയ്ക്ക. അപ്പോൾ അത് ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ എല്ലാ ദിവസവും ഒന്നുമില്ലെങ്കിലും ഒരു പേരയ്ക്ക കഴിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. എല്ലായിടത്തും കിട്ടും, വിലയും കുറവാണ്. എല്ലാവരും ഒരു പഴവർഗ്ഗം ഇല്ലെങ്കിലും പേരയ്ക്ക ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയാൽ അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനപ്പെട്ട മറ്റൊരു നമ്മുടെ ഡ്രൈ ഫ്രൂട്ടാണ്. ഇപ്പം ഏകദേശം ലീൻ ഫ്രൂട്ട്സ്, നേരത്തെ പറഞ്ഞ ഈ ഫ്രഷായിട്ടുള്ള ലീൻ ഫ്രൂട്ട്സ് എല്ലാം പരിചയപ്പെടുത്തി ഏകദേശം. അപ്പോൾ എല്ലാം വന്ന് കവർ ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ബെറീസ് ഉണ്ട്. ബെറീസ് നല്ലതാണ്. പീച്ചും ബെറീസും ഒക്കെ തന്നെയും നല്ല ലീൻ ഫ്രൂട്ട്സിൻ്റെ ഗ്രൂപ്പിലുള്ളത് തന്നെയാണ്.
ബെറീസ് സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി, അങ്ങനെ നമുക്കിവിടെ അവൈലബിൾ അല്ലല്ലോ. പിന്നെ സ്ട്രോബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് വരുന്നതിനകത്ത് നിറച്ച് ഈ പറഞ്ഞ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ കാണും. അതുകൊണ്ടാണ് ഞാനതങ്ങനെ മേടിക്കാറില്ല. അത് ഗുണത്തേക്കാളേറെ ചിലപ്പോൾ ദോഷം ചെയ്യും. അത് എത്ര ദിവസം എത്ര മാസം വേണമെങ്കിലും അങ്ങനെ തന്നെ പാക്കറ്റിലിരിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവാതിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഈ ഫിഗ് ഇത് ഉണക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇതിനകത്തൊന്നും വലിയ കുഴപ്പം കാണില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഇതൊക്കെ മേടിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്സ് എനിക്ക് കൊണ്ട് തന്നതാണിത്. കാനഡയിൽ നിന്ന് വന്ന ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എന്താ പറയുക, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഫിഗ്. ഏറ്റവും പോഷക ഗുണങ്ങളിൽ നമ്പർ 1 ആണ്. വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും നമ്പർ 1. ഇതിനകത്തും വളരെയധികം നാരുകളുണ്ട്. അതുപോലെ ഗ്ലൈസിമിക് ഇൻഡെക്സോ വളരെ കുറവ്. ഗ്ലൈസിമിക് ലോഡും അതുപോലെ തന്നെയാണ്. പിന്നെ ഇതിന് കലോറിഫിക് വാല്യൂ കുറച്ച് കൂടുതലാണ്. കലോറിഫിക് വാല്യൂ ശരിക്കും ഒരു 100 ഗ്രാമിൽ ഒരു 400 എബവ് ആണ് കലോറിഫിക് വാല്യൂ. പക്ഷേ ഗ്ലൈസിമിക് ലോഡ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? നാരുകളും ഇതിനകത്ത് പ്രോട്ടീനും ഒക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കലവറയാണ്. വൈറ്റമിൻ എ, ഇ, സി ഒക്കെ ഉണ്ട് ഇതിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഫിഗും നമ്മുടെ ശരീരത്തിന് ഏറെ സഹായിക്കുന്ന വളരെയധികം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഈ ശരീരം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു വേദന വരുമല്ലോ പലർക്ക്, ഏക്സ് ആൻഡ് പെയിൻസ്. അത് ഈ ആസിഡിക് മീഡിയം നമ്മുടെ ബ്ലഡിനകത്ത് വരുമ്പോഴാണ് ഈ വേദനയും ഒരു വീക്കവും ഒക്കെ തോന്നുന്നത്. അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള ഒരു അസുഖങ്ങൾക്കൊക്കെ ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് പ്രവർത്തിക്കും. ഹൈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണ് ഫിഗ് വെച്ചിട്ട് ഞാൻ ഈ ഇടയ്ക്കൊരു നല്ല ഒരു സ്വീറ്റ് ഉണ്ടാക്കിയിരുന്നു. ഒരു കഴിഞ്ഞ 2 എപ്പിസോഡിന് മുമ്പായിരുന്നു അത്. അപ്പോൾ അത് അങ്ങനെ ഫിഗും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്ന എല്ലാം കൊണ്ടൊന്നല്ല. ആ സ്വീറ്റ് അത് ഇതിന് തൊട്ട് മുമ്പ് 2 എപ്പിസോഡിന് മുമ്പാണ് മധുരമൂറുന്ന ഒരു സ്നാക്ക് എന്ന് പറഞ്ഞിട്ട്. അത് വളരെ രുചികരമായൊരു സ്നാക്കാണ്. അതിനകത്ത് ഇങ്ങനെയുള്ള ഈ ഫിഗും കുറച്ച് നട്ട്സും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു നട്ട്സിൻ്റെ ഒരു ബോളാണ്. അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഫിഗും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാം. ആർക്ക്? അമിതവണ്ണം ഉള്ളവർക്ക്. ഇത് ഈ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് ഡയബറ്റിക് പേഷ്യൻസിനും ശരിയാവും. പക്ഷേ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഈ ഫ്രക്ടോസ് നേരെ ഗ്ലൂക്കോസായിട്ട് മാറുമ്പോഴത്തേക്ക് വീണ്ടും ഷുഗർ മുകളിൽ കയറും. അതുകൊണ്ട് തന്നെ രാത്രി ഭക്ഷണത്തിൽ ഒരിക്കലും പഴവർഗ്ഗങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത്, ഡയബറ്റിക് പേഷ്യൻസ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കൊതിയുള്ളവർ രാവിലെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാം. പക്ഷേ അമിതവണ്ണം ഉള്ളവർക്ക് രാത്രിയോ രാവിലെയോ ഒക്കെ തന്നെയും കഴിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളത് ആഡ് ചെയ്യരുത് ഇതിനോടൊപ്പം. അതാണ് പ്രധാനം. ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് പഴങ്ങൾ ഇഷ്ടമാണെങ്കിൽ പഴങ്ങൾ കഴിച്ചതിന് ശേഷം കുറച്ച് പ്രോട്ടീൻ, അതായത് മുട്ട കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ് കുടിക്കാം, നട്ട്സ് കഴിക്കാം. അതിനൊന്നും ഒരു തകരാറുമില്ല. പക്ഷേ കാർബോഹൈഡ്രേറ്റ് അതിനോടൊപ്പം എടുക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രൈ ഫ്രൂട്ടാണ് പ്രൂൺസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പ്ലംസില്ലേ, പ്ലംസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അത് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആ പ്ലംസ് ഉണക്കി വെച്ചിരിക്കുന്നതാണ് പ്രൂൺസ്. ഇതിനകത്തിരിക്കുന്ന ആ കുരു എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിറ്റഡ് പ്രൂൺസാണിത്. ഇത് എനിക്ക് കാനഡയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹയസ്റ്റ് ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു പഴവർഗ്ഗമാണ് പ്രൂൺസ്. ഹയസ്റ്റ് ഫൈബർ കണ്ടൻ്റാണ്. പിന്നെ ഇത് ഉണക്കി വെച്ചിരിക്കുന്ന കലോറിഫിക് വാല്യൂ വളരെ കൂടുതലാണ്. ഏകദേശം ഒരു 500-നടുത്ത് 100 ഗ്രാമിൽ 500-ലധികം കലോറി ഉണ്ട്. അതുകൊണ്ട് തന്നെ 1-2 ഒക്കെ കഴിച്ചാൽ മതി. ഇതുപോലെ തന്നെ ഈ ഫിഗും 1-2 കഴിച്ചാൽ മതി. അപ്പോൾ ഇത് ഹയസ്റ്റ് ഫൈബർ. അതുപോലെ തന്നെ വൈറ്റമിൻ കെയുടെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ക്ലോട്ടിങ് ടെൻഡൻസി, നമ്മുടെ രക്തത്തിനകത്ത് പെട്ടെന്ന് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഈ വൈറ്റമിൻ കെ ഏറ്റവും കൂടുതലുള്ളത് ഈ പ്രൂൺസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ രക്തം കട്ട പിടിക്കുന്ന അസുഖമുള്ളവർ ഇത് അധികം കഴിക്കരുത്. ഓക്കെ. അല്ലാതെ രക്തം കട്ട പിടിക്കാതെ ഈ ത്രോംബോസൈറ്റോപെനിക് പർപ്യൂറ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ഒരു അസുഖമാണത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, കാരണം വൈറ്റമിൻ കെ കിട്ടും. അതുപോലെ തന്നെ ലിവറിൻ്റെ ചില ഫങ്ഷനിങ് ഡിസബിലിറ്റിയിൽ ലിവറിൽ വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്ത് ലിവറിലാണ്. അപ്പോൾ ലിവറിന് എന്തെങ്കിലും കുഴപ്പമുള്ളവർ, സിറോസിസ് ലിവർ ഉള്ളവർക്കൊക്കെ ഈ പ്രൂൺസ് വളരെ നല്ലതാണ്. നല്ല പ്രൂൺസ് ആയിരിക്കണം, ഓർഗാനിക്കായിട്ട് കിട്ടിയാൽ വളരെ നല്ലത്. അവർക്ക് കഴിക്കാൻ ഇത് നല്ല ഒരു, അതായത് സിറോസിസ് ലിവർ, അതുപോലെ തന്നെ ലിവർ ഫെയിലിയർ വന്നിട്ട് വയറിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് പ്രൂൺസ്.
കാരണം ഈ വൈറ്റമിൻ കെ ഉള്ളത് തന്നെ. അവർക്ക് വൈറ്റമിൻ കെ ശരീരത്തിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും ലിവർ ഫെയിലിയർ ഉള്ള പേഷ്യൻസിന്. കാരണം ലിവർ കുഴപ്പമായതുകൊണ്ട് ലിവറിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. അതെല്ലാം ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും വേണം, അവരുടെ സ്റ്റാറ്റസ്, ബോഡി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാറ്റസ് നോക്കിയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പഴവർഗ്ഗങ്ങൾ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പപ്പായയുണ്ട്, പേരയ്ക്കയുണ്ട്, ഗ്രീൻ ആപ്പിളുണ്ട്, പ്രൂൺസ് ഉണ്ട്, ഫിഗ് ഉണ്ട്, പിന്നെ കിവി ഫ്രൂട്ട്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് അമിതവണ്ണം, ഡയബറ്റിക് പേഷ്യൻസ് ഇതെല്ലാം നേരിട്ട് രാത്രിയൊന്നും കഴിച്ച് കളയരുത്, പ്രശ്നമാവും. അമിതവണ്ണമുള്ളവർ തീർച്ചയായും ഇത് കഴിക്കാവുന്നതാണ്. ഫാറ്റി ലിവർ ഉള്ളവരും ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇടയ്ക്ക് യു ക്യാൻ ടേക്ക് വൺസ് ഇൻ എ വൈൽ, ഡോണ്ട് മേക്ക് ഇറ്റ് എ റൂട്ടീൻ പ്രൊസീജിയർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ കാര്യത്തിൽ. മിതവണ്ണമുള്ളവർക്ക് തീർച്ചയായും ഒരു നേരത്തെ ഭക്ഷണം പോലെ ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ്. അതോടൊപ്പം ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കാം. എൻ്റെ LK ഡയറ്റ് പ്ലാൻ യൂട്യൂബിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എറണാകുളത്ത് ഏപ്രിൽ 14 ഒരു ദിവസത്തേക്ക് കൺസൾട്ടേഷന് വരുന്നുണ്ട്. വൈറ്റില ജംഗ്ഷനിൽ ഒരു ക്ലിനിക്കിലാണ് വരുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ, നിങ്ങൾ മുകളിൽ എഴുതി കാണിക്കുന്ന ഫോൺ നമ്പർ വിളിച്ചാൽ അതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ആവശ്യമുള്ളവർ സമീപിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം.